ഹലോ, ഇനി ഞാൻ വന്നിട്ടുള്ളതൊരു ഈവനിങ് വ്ലോഗായിട്ടാണ്. അപ്പോൾ ഇതാ ഇവരുടെ ഹായ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ അടുത്തുള്ളൊരു പാർക്കാണ് കേട്ടോ. നമ്മൾ എല്ലാവരും ഒന്നിച്ചൊന്ന് ഈവനിങ്ങിൽ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട്. അപ്പം ഇവർക്കും ഒന്ന് ഫ്രഷ് എയറൊക്കെ ഒന്ന് കിട്ടും ചെയ്യുമല്ലോ. നമുക്ക് ഈ റൂമിൽ തന്നെ ഇരുന്നൊരു മടുപ്പും വേണ്ടാന്ന് വിചാരിച്ചിട്ട് മൺഡേ ട്യൂസ്ഡേ ആണ് നമ്മൾ ഒന്നിച്ച് വരിക. പിന്നെ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ കരാട്ടെ ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവനെ കൂട്ടാണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടും വരാറുണ്ട് കേട്ടോ. കൂടെ ഉള്ളത് അയ്മൻ്റെ ഫ്രണ്ടാണ്. വേറെയും ഫ്രണ്ട്സ് ഉണ്ട്, അവരൊന്നും ഇന്നില്ലായിരുന്നു. അപ്പം ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുമല്ലോ എന്ന് വിചാരിച്ച് എത്ര മടിയാണെങ്കിലും പിന്നെ ഇവർക്കും വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഇവൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഒരു 4 months ഞാൻ വർക്ക് ചെയ്യാൻ പോയിരുന്നെങ്കിലും പിന്നെ ഞാൻ റിസൈൻ ചെയ്യാണ് ചെയ്തത്. ഞാനിവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു, പ്രൈമറി സെക്ഷനിൽ മാത്സ് ടീച്ചറായിട്ട്. അപ്പം ഞാൻ റിസൈൻ ചെയ്യാൻ കാരണം എൻ്റെ അടുത്ത് ആ ടൈമിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു, നല്ലൊരു ജോബല്ലേ, ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ജോബ് കിട്ടാൻ ഭയങ്കര പാടാണല്ലോ, അപ്പോൾ അത് റിസൈൻ ചെയ്യണോ, അമ്മമാരെ ആരെങ്കിലുമൊക്കെ നിർത്തിയാൽ പോരെ, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഡേ കെയർ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും ഒരേ കൺസെപ്റ്റ് ആയിരിക്കില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ കഴിവായിരിക്കില്ല അല്ലേ. ശരിക്കും ഇങ്ങനെ കുട്ടികളെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നവരൊക്കെ ശരിക്കും സമ്മതിക്കുക തന്നെ വേണം. എന്നാൽ എന്നിലുള്ളൊരു വീക്ക്നെസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും എന്നെ നന്നായിട്ട് അറിയണതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഇവരെ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും നോക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് പാർക്കിൽ വരണമെങ്കിലും ശരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെയൊന്നും വരാൻ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും സ്കൂൾ ടൈം കഴിഞ്ഞാൽ. പിന്നെ ഒന്ന് പാർക്കിൽ മക്കളെ കൂട്ടി വരിക എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പം അവർക്ക് പറ്റുന്ന അത്രയും മെമ്മറീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എനിക്കും എൻ്റെ ബോഡിക്കും എൻ്റെ മൈൻഡിനും എല്ലാം ഒരു ബ്രേക്ക് വേണമെന്ന് എനിക്കൊരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 years വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ഓവർ പ്രഷർ തോന്നുന്നുണ്ടോ ആ ടൈമിൽ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ കരിയറിൽ നിന്നും വിട്ടു നിൽക്കുക എന്നല്ല, ചെറിയൊരു ബ്രേക്ക് നമുക്ക് എല്ലാ സിറ്റുവേഷൻസും എല്ലാ സറൗണ്ടിങ്സും ഓക്കെ ആണെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ആ ടൈമിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മുടെ കയ്യിൽ വേറെ എന്തെല്ലാം സ്കിൽസ് ഉണ്ടെന്ന് നോക്കാനും അതിനെല്ലാം ഉള്ളൊരു ടൈമായിട്ടും കൂടെ കാണുക. അല്ലാണ്ട് അത് വെറുതെ ഒന്നിനും കൊള്ളാത്ത ടൈമായിട്ട് മാറ്റാണ്ട് അതും കുറച്ച് യൂസ്ഫുള്ളായിട്ട് നമുക്ക് എന്തെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആ ഒരു ടൈമും കൂടെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു റെസിഗ്നേഷൻ എനിക്കിപ്പം ശരിക്കും ഒരു ഗിൽട്ട് ഫീലൊന്നും തോന്നുന്നില്ല. കാരണം ഞാനത് അങ്ങനെയൊക്കെ തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതും. അപ്പം ഇതായിരുന്നു എൻ്റെ റീസണ്, ഇവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല എനിക്ക് എന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും കൂടെ. ശരിക്കും ഈ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രഷർ കിട്ടിയെന്നല്ലാണ്ട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ആരാണെന്നുള്ളൊരു കാര്യം മറന്നൊരു മൊമെൻ്റ് ആയിരുന്നു ഈ ഒരു 3 years എനിക്കുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തു എന്ന് മാത്രം. ഇവർ കുറച്ചായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വീണ്ടും വർക്കിലേക്ക് പോകണം എന്നുള്ളൊക്കെ ഒരു പ്ലാനും ഉണ്ട്. പിന്നെ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളെ എപ്പം നമ്മളുടേതല്ല എന്ന് തോന്നുന്ന ആ ടൈമിൽ നമ്മൾ അവിടെ നിന്നും പോരണമെന്ന് പറയില്ലേ. ശരിക്കും അതുപോലെ തന്നെയായിരുന്നു. ഇവൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മൈൻഡ് ഫുള്ള് ഇവനായിരിക്കും. എനിക്ക് ശരിക്കൊന്ന് ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് ചിരിക്കാനോ സ്പെൻഡ് ചെയ്യാനോ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോഴാണ് ഞാൻ ആ കുട്ടികളുടെ ഫ്യൂച്ചറിനും അത് എഫക്റ്റ് ചെയ്യുകയാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർക്കിലെ ടൈം കഴിഞ്ഞു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ചിലപ്പോൾ ഒരു 1 hour നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാറുള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു 1 hour എന്തായാലും വരാൻ ഞാൻ നോക്കാറുണ്ട്. കാരണം എത്ര ഹോംവർക്കും പഠിക്കാനും ഉണ്ടെങ്കിൽ പോലും 1 hour ഇങ്ങനെ എന്തെങ്കിലും അവരുടെ മൈൻഡൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ പാർക്ക് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരൊന്ന് റിലാക്സ്ഡ് ആയി. അപ്പോൾ പിന്നെ പഠിക്കാനിരുത്തുമ്പം കുറച്ചൊക്കെ ഒന്ന് അറ്റൻഷനും കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.